ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓല X1 Pro Plusൻ്റെ അകത്തൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ്. അത് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓല അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അപ്ഡേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് കാണിക്കുന്നത്. പുതിയൊരു OS വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യാം. അപ്പോൾ സെറ്റിങ്സിൻ്റെ അകത്ത് നമ്മൾ സിസ്റ്റം അപ്ഡേറ്റിനകത്ത് നമുക്ക് ഈ അപ്ഡേഷൻ വന്നേക്കുന്നത് 5.6.1 എന്നുള്ളൊരു 1.14 GB ഒരു അപ്ഡേഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നിലവിൽ ഈ അപ്ഡേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഏകദേശം ഞാനൊരു 5000 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5000 കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ ഓല ഭയങ്കര കംപ്ലൈൻ്റ് ആണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. നിലവിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദിവസം 100 കിലോമീറ്റർ എന്തായാലും ഞാൻ ഓടുന്നുണ്ട്. അപ്പം ഈ 5000 കിലോമീറ്ററിനകത്ത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. റോഡിലൊന്നും അങ്ങനെ കിടന്നിട്ടൊന്നുമില്ല. ഇനിയുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പോകണം. അപ്ഡേഷന് ശേഷം ഇനി എന്താണ് കംപ്ലൈൻറ്റ് വരുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓലയുടെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പം ആവശ്യമുള്ളവർ കാണുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന റേഞ്ചും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ 140 ആയിരുന്നു. നിലവിൽ എനിക്ക് 140 കിലോമീറ്റർ ഞാൻ നോർമൽ മോഡിലാണ് ഓടുന്നത്. എനിക്ക് 120 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. എക്കോ മോഡിൽ 140 പറയുന്നത്. അപ്പം എല്ലാവർക്കും പല റേഞ്ചാണ് കിട്ടുന്നത്. ചിലർക്ക് 100 പോലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇടാറുണ്ട്. അതിൻ്റെ കാര്യം എനിക്കറിയില്ല. അത്യാവശ്യം ഒരു നമ്മളൊരു 30-40 അകത്ത് ഓടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 140 കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ നോർമൽ മോഡിലാണ് സാധാരണ ഒരു വണ്ടി ഉപയോഗിക്കുന്ന പോലെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ റേഞ്ച് അങ്ങനെ നോക്കാറില്ല. എന്നാലും 120 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. നമ്മൾ ഫ്രീ മൈൻഡിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 100 എബോവ് കിട്ടുന്നുണ്ട്. അപ്പം ഓരോരുത്തരുടെ റേഞ്ചൊക്കെ വ്യത്യാസമുണ്ട്. പലർക്കും പല റേഞ്ചാണ് കിട്ടുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് കിട്ടുന്ന റേഞ്ചാണ്. എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 60 കിലോയാണ്. അപ്പോൾ അതായിരിക്കും എനിക്ക് 120-140 അകത്ത് കിട്ടുന്നത്. അപ്പം റേഞ്ച് വീഡിയോ എനിക്ക് ഇതുവരെ ഇടാൻ പറ്റിയില്ല, കാരണം മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അപ്ഡേഷന് ശേഷം, അതായത് ഇത് കമ്പനി പറയുന്നത് 242 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് അപ്ഡേഷന് ശേഷം നമുക്ക് എൻ്റെ റേഞ്ചിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഒരു റേഞ്ച് വീഡിയോ ഇടാം ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഓല പോലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഈ ഡെലിവറി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നമുക്കറിയാം പെട്രോളിൻ്റെ വിലയും കിട്ടുന്ന വരുമാനവും അറിയാം. അപ്പം ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ നമുക്ക് പെട്രോളിൻ്റെ ഒരു പൈസ ലാഭിക്കാം. അപ്പോൾ അതിന് ഡെലിവറി ചെയ്യുന്ന ഡെലിവറിക്ക് പോകുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഇലക്ട്രിക് വണ്ടികൾ നോക്കുന്നത്. അപ്പം ഞാനിതിനു മുമ്പ് സൊമാറ്റോ ഓടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സൊമാറ്റോയൊക്കെ ഓടുന്ന സമയത്ത് ഏകദേശം 200 കിലോമീറ്ററെങ്കിലും നിലവിൽ ഓടും. 200 കിലോമീറ്ററെങ്കിലും ഓടണം. അപ്പം ആൾക്കാർ കൂടുതൽ റേഞ്ച് കൂടുതലുള്ള വണ്ടിയെ നോക്കത്തുള്ളൂ. ഇപ്പോൾ ഓല പോലുള്ള വണ്ടികളാണ് നമ്മുടെ ഡെലിവറി ബോയ്സൊക്കെ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വണ്ടി ഉപകാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ഇടാം. ഞാൻ സൊമാറ്റോ ഒരു ദിവസം ഇറങ്ങി റേഞ്ച് ടെസ്റ്റ് ചെയ്ത് നമുക്ക് മുതലാവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഡെലിവറി ബോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു ദിവസം സൊമാറ്റോ ഇറങ്ങി ഓടി അതിൻ്റെ റേഞ്ചും കാര്യങ്ങളും നമുക്ക് മുതലാണോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊരു വീഡിയോ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ അപ്ഡേഷനാണ് അടുത്തത്. നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ പോവാണ്. അപ്ഡേഷന് ശേഷം കിട്ടുന്ന റേഞ്ച് ഞാൻ അടുത്തൊരു വീഡിയോയിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അപ്ഡേഷന് ശേഷം നമ്മുടെ റൈഡിങ് മോഡിലൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ നോക്കാം. നിലവിൽ നമുക്ക് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഉപകാരപ്പെട്ട ഫീച്ചറും കാര്യങ്ങളൊന്നും എനിക്ക് നിലവിലില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോർമൽ മോഡ് ഇട്ടുന്നു, ഓടിക്കുന്നു, അതേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ബാറ്ററി വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. മറ്റേ വെക്കേഷൻ മോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പം നമുക്ക് ഈ അപ്ഡേഷന് ശേഷം നമുക്ക് എന്തെങ്കിലും പുതിയ ഫീച്ചർ, എനിക്ക് ഉപകാരപ്പെടുന്ന വല്ല ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് എന്തായാലും അപ്ഡേഷൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേഷൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് എൻ്റെ മൊബൈൽ നെറ്റ്വർക്ക് വഴിയാണ്. അപ്പം നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓലയുടെ സർവീസ് സെൻറ്ററിൽ ചെന്ന് തന്നെ അവർ അപ്ഡേറ്റ് ചെയ്ത് തരും. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു 1.14 അപ്പം നമുക്ക് ഏകദേശം അരമണിക്കൂർ ആകുമായിരിക്കും അപ്ഡേറ്റ് ആയി വരാൻ. ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്, ആദ്യമായിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. എൻ്റെ ടച്ച് നമ്മുടെ മൊബൈൽ കൂട്ടൊന്നും അല്ല. ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ടൈം എടുക്കും. ഇപ്പോൾ ഇത് അപ്ഡേഷൻ ആയതിനു ശേഷം ഞാൻ കറക്റ്റായിട്ട് പുതിയ ഫീച്ചറൊക്കെ വന്നിട്ടുണ്ടോ കാണിക്കാം. അപ്പോൾ നമ്മുടെ സ്കൂട്ടർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 45 മിനിറ്റോളം അതിൽ കൂടുതൽ നേരം ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു ആ സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ആയി കിട്ടാൻ വേണ്ടി. അത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അപ്ഡേഷൻ കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ വണ്ടി ഓടിച്ചു നോക്കി. വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ ആകപ്പാടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേയിൽ ഡെമോ മോഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കുന്ന ടൈമിൽ ഇതുപോലെ വളരെ ഒരു ആഡ് വരുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും സേഫ്റ്റി പരമായിട്ടും കുറച്ച് ഒരു ആഡ് അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതിനെപ്പറ്റി. വേറെ ഒന്നും പുതിയതായിട്ട് വന്നിട്ടില്ല. ഈ ഒരു ഡെമോ മോഡ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു അപ്ഡേഷനെ പറ്റി ഒരു വീഡിയോ ആണ് എടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ചിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളെന്തായാലും 3 റൈഡ് മോഡ് വിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ കിട്ടുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പം നമുക്ക് പുതിയ വീഡിയോയിലോട്ട് കാണാം. ബൈ.